നമസ്കാരം. ഹോർമൂസ് കടലിടുക്കിനെ ചൊല്ലി ഇറാനും അമേരിക്കയും തമ്മിലുള്ള വാക്പോര് മുറുകുന്നു. കടലിടുക്ക് ഉപരോധിക്കുന്ന തുടർന്നാൽ ടെഹ്റാൻ നരകയാതന അനുഭവിക്കേണ്ടി വരുമെന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മുന്നറിയിപ്പിന് പിന്നാലെ ട്രംപ് സമനില തെറ്റിയ ഭ്രാന്തനാണെന്ന പരിഹാസവുമായി ഇറാന്റെ സാംസ്കാരിക മന്ത്രി സയ്യിദ് റസ സാലിഹി അമീരി രംഗത്തെത്തി. അന്താരാഷ്ട്ര തലത്തിൽ എണ്ണ പ്രകൃതിവാതക വിലവർദ്ധനവിന് കാരണമായ കടലിടുക്ക് ഉപരോധത്തിൽ വിട്ടുവീഴ്ചയില്ല എന്നാണ് ഇറാന്റെ നിലപാട്. ചൊവ്വാഴ്ച പവർ പ്ലാന്റ് ഡേ എന്ന് വിശേഷിപ്പിച്ച ട്രംപ് ഉപരോധം നീക്കിയില്ലെങ്കിൽ ഇറാൻ ഭരണകൂടം നരകതുല്യമായ നാളുകളെ നേരിടേണ്ടി വരുമെന്നാണ് അന്ത്യശാസനം നൽകിയിട്ടുള്ളത്. എന്നാൽ ഇത്തരം പ്രസ്താവനകളെ ഇറാന്റെ പൊതുസമൂഹം ഒട്ടും ഗൗരവമായി കാണുന്നില്ലെന്ന് സാംസ്കാരിക മന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. ട്രംപ് വ്യക്തിപരമായും പെരുമാറ്റ രീതിയിലും സംസാരത്തിലും ഒട്ടും സന്തുലിതാവസ്ഥ പുലർത്തുന്നില്ലെന്നും തന്റെ നിലപാടുകൾ ഓരോ നിമിഷവും മാറ്റിക്കൊണ്ടിരിക്കുന്ന അസ്ഥിരമായ സ്വഭാവമാണ് അദ്ദേഹത്തിൻ്റെതെന്നും അമീരി കുറ്റപ്പെടുത്തി. സംഘർഷം കനക്കുന്നതിനിടെ ടെഹ്റാനിലെ ഒരു കെട്ടിടത്തിന് മുകളിൽ പ്രത്യക്ഷപ്പെട്ട പടുകൂറ്റൻ ബാനർ അമേരിക്കയ്ക്കുള്ള വ്യക്തമായ താക്കീതായി മാറിക്കഴിഞ്ഞിട്ടുണ്ട്. അമേരിക്കൻ സൈനിക വാഹനങ്ങൾ വലയിലാക്കി ചുമലിലേറ്റി പോകുന്ന ഇറാൻ സൈനികരുടെ ചിത്രമാണ് ബാനറിലുള്ളത്. ഹോർമൂസ് കടലിടുക്ക് അടഞ്ഞുകിടക്കുമെന്നും പേർഷ്യൻ കടലിടുക്ക് മുഴുവൻ തങ്ങളുടെ വേട്ടയാടൽ കേന്ദ്രമാണെന്നുമാണ് ഇതിൽ കുറിച്ചിരിക്കുന്നത്. നിശ്ചിത സമയപരിധിക്കുള്ളിൽ കടലിടുക്ക് തുറന്നുകൊടുക്കുന്ന കാര്യത്തിൽ ധാരണയിലെത്തിയില്ലെങ്കിൽ ഇറാന് മേൽ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്ന് ട്രംപ് ആവർത്തിക്കുമ്പോഴും തങ്ങൾ ഒരടി പോലും പിന്നോട്ടില്ലെന്ന സൂചനയാണ് ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് നേവി നൽകുന്നത്. ലോകത്തിലെ എണ്ണ വ്യാപാരത്തിൽ 20% കടന്നുപോകുന്ന ഈ നിർണായക പാത ഇനി ഒരിക്കലും പഴയ നിലയിലേക്ക് മടങ്ങില്ലെന്നും പ്രത്യേകിച്ച് അമേരിക്കയ്ക്കും ഇസ്രായേലിനും ഇനി ഇവിടെ പഴയ സ്വാധീനം ഉണ്ടാകില്ലെന്നും ഇറാൻ നാവികസേന പ്രസ്താവന ഇറക്കിക്കഴിഞ്ഞു. പേർഷ്യൻ ഗൾഫിൽ തങ്ങളുടേതായ പുതിയ ക്രമം നടപ്പിലാക്കാൻ ഒരുങ്ങുകയാണെന്ന് ഇറാൻ അവകാശപ്പെട്ടു. ഇതിനായുള്ള അവസാനഘട്ട പ്രവർത്തനങ്ങൾ പൂർത്തിയായതായാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. അമേരിക്കൻ ഭീഷണികൾക്ക് മുന്നിൽ മുട്ടുമടക്കുന്നതിന് പകരം സൈനികവും തന്ത്രപരവുമായ നീക്കങ്ങളുടെ തിരിച്ചടിക്കാനാണ് ഇറാന്റെ തീരുമാനം. ട്രംപ് നൽകിയ 48 മണിക്കൂർ സമയപരിധി ചൊവ്വാഴ്ച അവസാനിക്കാനിരിക്കെ ലോകം മുഴുവനും വലിയ ആശങ്കയോടെയാണ് പശ്ചിമേഷ്യയിലെ സംഭവവികാസങ്ങളെ നോക്കിക്കാണുന്നത്. ഹോർമൂസ് കടലിടുക്കിലെ ഉപരോധം ആഗോള എണ്ണ വിപണിയിൽ എണ്ണവില കുതിച്ചുയരാൻ കാരണമായിട്ടുണ്ട്. ഇത് പല രാജ്യങ്ങളുടെയും സമ്പദ് വ്യവസ്ഥയെ ബാധിക്കുമെന്നിരിക്കെയും അമേരിക്കയും ഇറാനും തമ്മിലുള്ള ഈ പോര് ഒരു വൻ യുദ്ധത്തിലേക്ക് നീങ്ങുമോ എന്ന ഭയത്തിലാണ് അന്താരാഷ്ട്ര സമൂഹം. ട്രംപിന്റെ തീപ്പൊരി പ്രസംഗങ്ങളും ഇറാന്റെ സൈനിക പ്രകടനങ്ങളും മേഖലയിൽ കനത്ത യുദ്ധഭീതിയാണ് പടർത്തുന്നത്. സമാധാന ചർച്ചകൾക്ക് വഴിയില്ലാതെ ഇരു രാജ്യങ്ങളും തങ്ങളുടെ കർക്കശമായ നിലപാടുകൾ ഉറച്ചു നിൽക്കുന്നത് സ്ഥിതിഗതികൾ കൂടുതൽ സങ്കീർണമാക്കുന്നു. വരും ദിവസങ്ങളിൽ അമേരിക്കയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്ന നീക്കങ്ങൾ എന്തായാലും നിർണായകമാകും. തിങ്കളാഴ്ചയ്ക്കുള്ളിൽ സമവായത്തിലേക്ക് ഇറാൻ എത്തിയില്ലെങ്കിൽ, കരാറിൽ ഒപ്പിട്ടില്ലെങ്കിൽ ഇറാനെ ചൊവ്വാഴ്ച മുതൽ കടന്നാക്രമിക്കുമെന്ന് തന്നെയാണ് ട്രംപ് പറയുന്നത്. ഇറാന്റെ നിർണായകമായ പാലങ്ങളെയും അടിസ്ഥാന സൗകര്യങ്ങളെയും ഓയിൽ റിഫൈനറികളെയും ഒക്കെ ആക്രമിക്കുമെന്ന് ട്രംപ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. കരാറിൽ എത്തിയില്ലാത്ത പക്ഷം ബോംബിട്ട് ഇറാൻ തകർത്ത് കളയുമെന്നുള്ളതാണ് ട്രംപിന്റെ ഭീഷണി. എന്തായാലും ഈ ഭീഷണിക്കുള്ള മറുപടിയായാണ് ഇപ്പോൾ ഇറാൻ രംഗത്ത് വന്നിരിക്കുന്നത്. ഹോർമൂസ് കടലിടുക്ക് തുറന്നു കൊടുക്കാൻ സാധിക്കില്ല എന്നും അമേരിക്കയ്ക്കും ഇസ്രായേലിനും പഴയതുപോലുള്ള സ്വാധീനം ഈ മേഖലയിൽ ഉണ്ടാകില്ല എന്ന് തന്നെയാണ് ഇറാൻ പറയുന്നത്. എന്തായാലും നയതന്ത്ര ശ്രമങ്ങൾ പാളിയാൽ വരുന്ന ദിവസങ്ങൾ യുദ്ധം സങ്കീർണമായി തന്നെ തുടരും.